റാവുത്തർ കൂടി ചേരുകയാണ്. ഷഫീദ് റാവുത്തർ, 5 പോലീസുകാർക്ക് 5 ഗൺമാന്മാർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അത് സുരക്ഷാ മാനുവൽ ലംഘിച്ചുകൊണ്ട് ലോക്കൽ പോലീസിന് നിയന്ത്രിക്കാവുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവരെ മറികടന്നുകൊണ്ട് ഈ ലോക്കൽ പോലീസിനെ മറികടന്നുകൊണ്ടുള്ള ക്രൂരമർദ്ദനം ഈ ഗൺമാന്മാരുടെ ഭാഗത്ത് നിന്ന്, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായി. അവർക്ക് അതിന് നിയമപരമായ അധികാരമുണ്ടായിരുന്നില്ല. അത് മറികടന്നുകൊണ്ടാണ് ഇവർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എ ഡി തോമസ്, അജയ് ജുവൽ, കുര്യാക്കോസ് എന്നിവരെ ക്രൂരമായി തല്ലിച്ചതച്ചത്. ഇത്തരക്കാർക്കെതിരെ ഇപ്പോൾ കർശന നടപടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷഫീൽ? ദിലീപ് കുമാർ, 29 മാസം പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കം രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ആലപ്പുഴയിലെ അക്രമ സംഭവത്തിലാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആഭ്യന്തര വകുപ്പിന്റെ ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ ആക്രമണ സംഭവത്തിൽ SIT എന്നുള്ളത്. ആ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ ഇന്നലെ പോലീസ് ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെയാണ്: കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ ലോക്കൽ പോലീസ് പിടിച്ചുമാറ്റി. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നിട്ടും ഇടപെട്ടത് ചട്ടവിരുദ്ധമാണ്. ലാത്തി ഉപയോഗിക്കാൻ അനുമതിയില്ലാത്തവർ ലാത്തി പോലെ എന്തോ ഒരു ആയുധം കൊണ്ട് തലക്കടിച്ചു. അത് വധശ്രമം കുറ്റം ചുമത്താവുന്ന ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെയുള്ളതായിരുന്നു ആ SIT റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി പരിശോധിക്കുകയും സസ്പെൻഡ് ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗൺമാന്മാരുടെ മദർ യൂണിറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിലെ നടപടിക്രമങ്ങൾ വൈകരുത് എന്നുള്ള ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ പെട്ടെന്നുള്ള സസ്പെൻഷൻ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അനിൽകുമാർ അടക്കമുള്ള 5 മുൻ മുഖ്യമന്ത്രിയുടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അനിൽകുമാർ, സന്ദീപ്, വിപിൻ, ഷൈജു, അരുൺ എന്നീ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സംഭവത്തിൽ ഇവരെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. നേരത്തെ അശ്വിൻ പാലാഴി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഇവരുടെ ആന്റിസിപ്പേറ്ററി ബെയിലടക്കം ആലപ്പുഴ കോടതിയിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.